അതേപോലെ അമേരിക്ക ഈ പറയുന്ന പല കമ്പനികൾ ഇതുവരെ പലരും ഇപ്പം ദുബായിലോട്ടും വിയറ്റ്നാമിലോട്ടും ഇന്ത്യയിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നേ? കാരണം അമേരിക്കൻ ടാരിഫിനെ സർവൈവ് ചെയ്യാൻ പാടാ. അമേരിക്കൻ ടാരിഫിനെ സർവൈവ് ചെയ്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സ് വരത്തില്ല. അമേരിക്കയെ പിണക്കി ലോകത്തൊരു രാജ്യക്കാരനും ലോകത്തൊരു ഇൻവെസ്റ്റർ ഇന്ത്യ വരത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്കയാണ് ബിസിനസ് കുത്തക. അവൻ പറയാതെ ബിസിനസ് നടക്കത്തില്ല. ലോകത്തെവിടെയും നടത്താൻ അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് ആ രാജ്യം. തൽക്കാലം ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ അമേരിക്കയോ ചൈനയോ ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം പ്രധാനമായിട്ടും ഇവരുമായിട്ട് ടാക്ടിക്കലി മുട്ടാൻ പോകരുത്. ഈ മോദി അമേരിക്ക പോയി അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്. അതൊന്നും ചെയ്യരുത് ഒരിക്കലും. ഭയങ്കര മിസ്റ്റേക്കോട് വലിയ മിസ്റ്റേക്ക് അത്. അയാളെ തോളെ പിടിച്ച് നടക്കരുത്. കാരണം അമേരിക്ക അങ്ങനാണ് ഈ രാജ്യം. എല്ലാ രാജ്യങ്ങളോടും അങ്ങനെ അവർ പെരുമാറുന്നത്. ഇനി അടുത്ത നടപടി ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത നടപടി ചർച്ച തന്നെ ആയിരിക്കില്ലേ ഏറ്റവും ഉചിതം? ഉറപ്പായിട്ട് 21 ദിവസത്തിനുള്ളിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചോണം. ഈ പറയുന്ന റഷ്യൻ ഓയിൽ തൽക്കാലം അങ്ങ് വിട്ടേക്കുക. മറ്റുള്ള കാര്യത്തെപ്പറ്റി അവനുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഈ റഷ്യൻ ഓയിൽ എത്ര ശതമാനം, ഏകദേശം ഒരു 40% ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യയിലല്ല ഉപയോഗിക്കുന്നത്, പുറത്തെ കൂടേക്ക് വാങ്ങിക്കുന്നത്. അപ്പൊ ആ ബേസിക്കലി അതിൻ്റെ ലാഭമൊന്നും വലുതായിട്ടൊന്നുമില്ല. ചെറിയ ലാഭമേ ഉള്ളൂ ഇന്ത്യൻ കമ്പനികൾ. പക്ഷെ ഇന്ത്യക്ക് കിട്ടുന്ന ഫോറിൻ കറൻസിയാണ്. അതാണ് ഇന്ത്യ ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് പാടാ. അമേരിക്കൻ ടാർഗറ്റ് സർവേ ചെയ്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സ് വരത്തില്ല. അമേരിക്കയെ പിണക്കി ലോകത്തൊരു രാജ്യക്കാരനും ലോകത്തൊരു ഇൻവെസ്റ്റർ ഇന്ത്യ വരത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്കയാണ് ബിസിനസ് കുത്തക. അവൻ പറയാതെ ബിസിനസ് നടക്കത്തില്ല. ലോകത്തെവിടെയും നടത്താൻ അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് ആ രാജ്യം. തൽക്കാലം ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ അമേരിക്കയോ ചൈനയോ ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം പ്രധാനമായിട്ടും ഇവരുമായിട്ട് ടാക്ടിക്കലി മുട്ടാൻ പോകരുത്.